പഴനി യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഒരു 2 ദിവസമായപ്പോഴാണ് കതവ് തുറന്നപ്പോൾ രാവിലെ കണി കണ്ട കാഴ്ചയാണ് കേട്ടോ. ഈ മയിലിനെ എവിടുന്നാണെന്നറിയില്ല, ഒരു മയിൽ വന്ന് ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ കയറിയിരുന്ന ഇതാദ്യമായിട്ടാണ് കേട്ടോ. മറ്റേ അയ്യത്തൂടെയും പറമ്പിലൂടെയൊക്കെ പോകുന്നതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ദേ മയിൽ കുട്ടൻ്റെ പുറകെ നടന്ന് നമ്മുടെ മൾബറിയുടെ ചോട്ടിൽ വന്നു. രാവിലെ അങ്ങനെ മൾബറിയൊക്കെ പറിച്ച് തിന്നു എന്നുള്ളതാണ്. എന്നും രാവിലെ ഇവിടെ ഒരു പതിവാണ് കേട്ടോ. രാവിലെ ഈ മൾബറി ചോട്ടി വരിക കഴിക്കുക എന്നുള്ളത് മുത്തിന്. എനിക്കങ്ങനെയില്ല, ഞാൻ മയിലിൻ്റെ പുറകെ വന്ന് കഴിച്ചതാണ്. പിന്നെ ഒരു പൂവും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. എന്താ ഇതിൻ്റെ പേര്? നിശാഗന്ധി അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് റംബൂട്ടാൻ തന്നു. ഇപ്പം നമ്മുടെ ഇവിടെ വന്നതൊക്കെ കുറേ തവണ നമുക്ക് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ രാവിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇന്ന് സിമ്പിളായിട്ട് ഗോതമ്പ് ദോശയും ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയായിരുന്നു കേട്ടോ. ഇതെൻ്റെ ലാസ്റ്റ് കരിഞ്ഞ ദോശയാണ്. കല്ലിലിട്ടത് മോശമായി. അങ്ങനെ പിന്നെ നമ്മുടെ മുട്ടക്കുട്ടിയെ കാണണ്ടേ. എനിക്ക് വന്നൊരു കമൻ്റായിരുന്നു കേട്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ മുട്ടക്കുട്ടിയെ കാണിക്കണമെന്നുള്ളത്. ഇതാണ് ആഫ്റ്റർ മുട്ടക്കുട്ടി. കണ്ട ആൾ കുറേശ്ശെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നണൊക്കെയാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ പഴനി യാത്രയൊക്കെ കഴിഞ്ഞില്ലേ, നമുക്കിന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഷാപ്പിലാണ് പോയത് കേട്ടോ. നല്ല ഫുഡാണ് ഷാപ്പിലേത്. ഇത് മലനടയുള്ളൊരു ഷാപ്പാണ്. പക്ഷെ അവിടെ അങ്ങനെ ഫുഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചതൊന്നും. അങ്ങനെ വേറെ ഒരിടത്ത് പോയി. തൊടിയിലാണെന്ന് തോന്നുന്നു. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? ഇവിടെ പോയിട്ടുള്ള ആരെങ്കിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ദേ ഇവിടെ ഇങ്ങനെ പോയി. മലനടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു എന്താ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഇടമായിരുന്നു. ഞങ്ങൾ കഴിച്ചു തീരാറായപ്പോഴത്തേനും ഇവിടെ നല്ല മഴയും പെയ്തു. അങ്ങനെ പിന്നെ മഴയായിരുന്നു. ആദ്യം മഴ അങ്ങോട്ട് ആസ്വദിച്ചു. ഒരു ഇച്ചിരി കഴിഞ്ഞപ്പം മഴ അങ്ങ് മൂത്തു. പിന്നെ പറയണ്ട, ഫുള്ളും ഇതിനുള്ളിലേക്ക് വെള്ളമൊക്കെ അടിച്ച് കയറി നനഞ്ഞ് കുളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നതും നനഞ്ഞ് ഫുള്ളും അല്ലിയടക്കം മുഴുവൻ നനഞ്ഞു. പനി പിടിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പനിയൊന്നും പിടിച്ചില്ല. അങ്ങനെ കുഞ്ഞു കുടം കള്ള, ഇതൊരു കുഞ്ഞു കുടമാണ്. ഇത് കാണുമ്പോൾ ഇച്ചിരി വലിപ്പം തോന്നുകയാണ്. പിന്നെ അപ്പവും കപ്പയും ഞണ്ടും പോർക്കും പിന്നെന്താ കക്ക ഫ്രൈ ഉണ്ടല്ലോ, അത് വാങ്ങി. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ആർക്കെങ്കിലും സ്ഥലം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ ചോദിച്ചിട്ട് പറയാം. സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. വലിയ ദൂരമല്ല, കരുനാഗപ്പള്ളി റൂട്ടൊറ്റാണ്. നമ്മളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാണ് മഴ എന്തായാലും വന്നത്. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും മഴ വന്നു. ഓടുന്നോട്ടം കണ്ടോ ചേച്ചി? അങ്ങനെ ഇതിപ്പോൾ ചെറിയൊരു മഴയാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തോ മൈൻഡിന് നല്ല ഒരു ഫ്രഷായ മാതിരി തോന്നിയിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെയൊക്കെ വ്രതവും കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പോയത്. അങ്ങനെ നല്ല ഭംഗിയുള്ള മുത്തൻ്റെ ഷോളിൽ കളിയാണ്. അല്ലിക്കുട്ടി ദേ ഇവിടെ ഇരിപ്പുണ്ട്. മഴ മൂത്തപ്പം നമ്മളവിടെ നിന്ന് ഒരു കുട കൊണ്ടുവന്നിട്ട് ഒരു പയ്യനാണെങ്കിൽ നമ്മളിങ്ങനെ ഷാപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഷാപ്പിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഷാപ്പ്. ഇതിനുള്ളിലിരുന്ന ആൾക്കാർ കള്ളു കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊന്നും മോശമല്ല, നല്ല എന്താ മോശമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു സമീപനമൊന്നും എനിക്ക് തോന്നിയില്ല. അതെ, അവിടെ ഇരുന്ന് ആ സൈഡിലും ഉണ്ട്. ഇന്ന് കള്ളൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നന്നായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ വീട്ടിൽ മഴയൊക്കെ നനഞ്ഞ് തിരിച്ച് വന്ന് ഇവിടെ ഈച്ചപ്പിടുത്തമാണ്. ഏതോ ഒരു ഗതികെട്ട ഈച്ച ഇതുവഴി നടന്നു പോയതാണ്. അതിനെ പുറകെ പോയി പിടിക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ വിനോദം. അതിനെ ലാസ്റ്റ് പിടിക്കുകയും ചെയ്തു കേട്ടോ. ഒന്നിനോട് ഒരു പേടിയില്ലാത്ത ഒരാളാണ് നമ്മുടെ അല്ലിക്കുട്ടി. മുത്തിന് പിന്നെ എനിക്ക് തോന്നുന്നു ചിലന്തി ഈച്ച എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പേടിയുണ്ട്. ഇതിനൊന്നിനോടും പേടിയില്ല. അപ്പം ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.